രാത്രി എന്തായാലും ടാസ്ക് ആയിരിക്കും കേട്ടോ. ആണോ? അത് ശരി. അത് വേണമെങ്കിൽ എഴുതിയോ പോവണ്ടല്ലേ? സാറ് വെറുതെ യാത്ര ചെയ്യണതല്ല. ഇവിടെ ആന ഇറങ്ങിയാൽ വേറെ സമയത്ത് ആളുണ്ടെന്ന് കൂട്ടിക്കും. ആളെ കിട്ടില്ലല്ലോ. ആ ശരി. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മാങ്കുളത്തുനിന്ന് കുടി വഴി മാമലങ്കണ്ടം പോകുന്ന റോഡിലാണ് കേട്ടോ. പെരുമ്പൻകുത്ത് വാട്ടർഫാൾസിൻ്റെ പാലം അങ്ങോട്ട് കടന്നിട്ട് നേരെ അങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഡ്രൈവ് ചെയ്യാം, ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം, ഇല്ലെങ്കിൽ ഡ്രൈവ് എൻജോയ് ചെയ്തിട്ട് വരാം. ഇതെവിടെ എത്തുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ. വണ്ടിയിൽ പെട്രോളുണ്ട്, അപ്പം ഒന്ന് പിടിച്ച് നോക്കന്നെ. ആനപ്പിണ്ണം കറങ്ങി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആനയുള്ള സ്ഥലമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത് ഈ വഴിക്കൂടി. വീടുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലാതെ ഇങ്ങനെ റോഡ് പണിതിടാൻ ചാൻസ് അല്ലല്ലോ. രാത്രി എന്തായാലും ടാസ്ക് ആയിരിക്കും കേട്ടോ. രാത്രി നല്ലോണം മൃഗങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. കണ്ടോ, ആനപ്പിണ്ണം കൊടുക്കുന്നുണ്ട്, ഇഷ്ടപ്രകാരം കൊടുക്കുന്നുണ്ട് ആനപ്പിണ്ണം. വീട്ടിലോട് ചോദിച്ചു നോക്കിയൊക്കെ. ഇവിടെ ഉള്ള ആളാ? ഈ ഭാഗത്തുള്ള ആളാണോ? ആണോ? ഇവിടെ എന്താ മെയിനായിട്ട് കാണാനുള്ളത്? ആണോ? എത്ര ദൂരമുണ്ട്? എവിടേക്കാ പോകുന്നത് ഇത്? അതെയോ? ആ റോഡ് എത്തുമല്ലേ ഇത്? ആ മാമലകണ്ടം എത്തുമോ അത് ഈ റോഡ്? ആ ശരി, ഓക്കെ. ഓഫ് റോഡ് അവിടെ ആനകളുണ്ടാവോ? ആണോ? പകലുണ്ടാവാറുണ്ടോ? ആണോ? ആ ഈ റോഡ് നേരെ മാമലകണ്ടം എത്തുമോ? എത്തുമല്ലേ? ഇപ്പോൾ ഓഫ് റോഡ് ഉള്ളത് എവിടെയാണ്? കുടി എന്ന് പറയുന്ന സ്ഥലമാണോ? ആ അവിടെ ഉണ്ടല്ലേ. ഓഫ് റോഡിൽ കൂടി നമുക്ക് മാമലകണ്ടം പോകാൻ പറ്റുമോ? ആണോ? വേറെ വഴിയുണ്ടോ മാമലകണ്ടം പോകാൻ? ഈ വഴി തന്നെ? അവിടെ ഒന്നും പറഞ്ഞില്ല അവർ? ഇല്ല. ആണല്ലേ? അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? അവിടെ ഉണ്ടല്ലേ? ആ ശരി, ഓക്കെ. നിങ്ങളിവിടെ താമസിക്കുന്ന തന്നെ ആണോ? വീടൊക്കെ ഇവിടെ തന്നെ? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. ഞാൻ ആനപ്പിണ്ണം കുറേ കണ്ടു. അപ്പോൾ നല്ല മോശം ആണോ? പോവല്ലേ? ആൾക്കാരൊന്നും അധികം പോവാറില്ല അല്ലേ? ആ ശരി. കുറച്ച് റിസ്ക്കിയാണ് അതല്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ശരി, എൻ്റെ പേരെന്താ? ഉമേഷ്. ശരി ഏട്ടാ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വഴി തന്നെയാണിത്. ആനശല്യം കൂടുതലാണ് അത്ര. ആന ഞാൻ ശല്യം ചെയ്യുന്നില്ല, ആന എന്നെ ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി. നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി കൂടെ തന്നെ എന്തായാലും പോവാം. അപ്പോൾ പ്ലാൻ നേരെ മാമലക്കണ്ടം. ഇവിടെ കുറേ ചേട്ടന്മാരിയ്ക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കിയൊക്കെ. കുടി എന്ന് പറയുന്നത് എവിടെയാ? ഇതന്നെയാണോ കുടി? ഇതാണോ സെന്റർ നിങ്ങളുടെ? ആണോ? ഈ റോഡ് തന്നെ? ഈ റോഡിൽ കൂടിയാ? ആ ശരി. കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണല്ലോ? ആ ഞാൻ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാ. അപ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാ. ആ
വെറുതെ യാത്രയല്ല, വെറുതെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ആ സ്ഥലങ്ങൾ. തുടക്കമായുള്ളൂ. ആ ഇവിടുന്ന് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ മാമ്പലങ്കണ്ട ഇതിൽ പോകാൻ പറ്റുമെന്ന് ഒരു പയ്യൻ പറഞ്ഞു. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണല്ലേ, ഈ വണ്ടിയും കൊണ്ടൊക്കെ പോക്ക് നടക്കില്ല. നടക്കൂല അല്ലേ? അത് ശരി. ആ ഭയങ്കര ആനക്കാടൊക്കെയാ. അതെയോ, ആനക്കാടാണല്ലേ, നിറച്ച ആനകളായിരിക്കും അല്ലേ? ആണോ? ആണോ? വഴി മോശമാ, അതിലൊന്നും പോകാണ്ടിരിക്കുക നല്ലത്. അത് ശരി. ആ എങ്ങനെ ഇതിലെ പോയിട്ടോ അല്ലെങ്കിൽ ഇതിലെ പോയിട്ടോ? ഇതിലെ പോയിട്ട് അതെ അതെ. പിന്നെ ആ ആ ശരി. ആ തൃശ്ശൂരിന്ന്. ആ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ ജോലി? ഇവിടെ തന്നെ ജോലി? ആ ശരി. ആ ശരി. ആ ആണല്ലേ? ആ ആ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ? അത് ശരി. ആ തെരഞ്ഞെടുപ്പൊക്കെ വന്നതുകൊണ്ട് ആൾക്കാർ വന്ന് കുറച്ച് വന്ന് നോക്കി പോകണുണ്ടല്ലേ? ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ വോട്ടിന്റെ സമയമാകുമ്പോൾ നിങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ എല്ലാവർക്കും. നമുക്ക് നന്മ ചെയ്യുന്ന ആരാണ് അവർക്കാണ് നമ്മള് വോട്ട് ചെയ്യേണ്ടത്. പാർട്ടി ഒന്നും നോക്കരുത്, പാർട്ടി നമുക്ക് ഉപകാരം ചെയ്യുന്നത് ആരാ അവർക്ക്. അതന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. മുൻതൂക്കം കൊടുക്കാൻ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റൂ. ചെയ്യുന്നതും ചെയ്യട്ടെ, ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട. ആ അത്രേ ഉള്ളൂ. നാടെവിടെയാ? തൃശ്ശൂരിൽ നിന്ന് ഞാനിങ്ങനെ 2 ദിവസമായി പോന്നിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കറങ്ങിയിട്ട് ഇവിടെ വരെത്തി. ആ ആനക്കുളം ഞാൻ കുറേ പ്രാവശ്യം പോകുന്നുണ്ട്. ഞാൻ ഈ റോഡ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമില്ലേ? ആ എന്താ പേര്? ആ പെരുമകുത്ത് വന്നപ്പോൾ വെറുതെ ഈ റോഡ് ഒന്ന് വന്ന് നോക്കിയതാ. ആ ആ ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല അല്ലേ? ഫോറസ്റ്റ് ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് തോന്നുന്നു അല്ലേ? ആദിവാസികൾ മാത്രമേ ഉള്ളൂ. ആ ശരി. സമൂഹമൊന്നുമില്ല. ആ ശരി. ഉണ്ടായിരുന്നു ഏകദേശം ഒരു 2000 കാലഘട്ടങ്ങളിൽ വള്ളത്തുകൂടി പാപ്പൊക്കെ ജീവിച്ച നാടായിരുന്നു ഇത്. പണ്ടൊരിക്കലും അത് കുടിയിറങ്ങി പോയി. പിന്നെ ഞങ്ങൾ ആദിവാസികൾ, അതും ആദിവാസിക്ക് ഉണ്ടെങ്കിൽ തന്നായിരുന്നു സർക്കാർ. അപ്പൊ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? കുറെ ഉണ്ടോ? ഞങ്ങള് കൊണ്ട് 10,000 കുടുംബക്കാരുണ്ട്. 1000 കുടുംബക്കാരോളുണ്ടോ ഇവിടെ? ഇതിങ്ങനെ പോകും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ തീരണം, മൊത്തം കുടി തീരണേ. അത് ശരി. 3-4 കിലോമീറ്റർ അങ്ങനെ. നേരെ പോകുന്ന റോഡിൽ തന്നെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ടല്ലോ. അത് ശരി. ആ 2 കിലോമീറ്റർ മിച്ചം. ഇവിടെ റോഡ് പണിയാൻ വേണ്ടിയിട്ടാണോ ടാറൊക്കെ ഇറക്കിയിട്ടുള്ളത്? പവർ ഹൗസിൻ്റെ അല്ലേ? ആ ആ ആ ശരി. ആ ആ ആ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടിയെന്ന് വഴി എന്തായാലും റെഡി ആക്കി കിട്ടില്ലേ? റെഡിയായി കിട്ടി. അപ്പം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ നിങ്ങൾ മാങ്ങളം പോവോ? മാങ്ങളം അല്ലാതെ നടന്നു പോകണമല്ലോ. അങ്ങോട്ട് നടന്നിട്ട് പോകണം അല്ലേ? ആ ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല അപ്പോൾ? ഇല്ല. ആ ശരി. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നടന്നു പോകണം അങ്ങോട്ട്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഇവിടെയുള്ള വണ്ടിക്കാരെ വിളിച്ചുകൊണ്ട് പോകണം. ആ ആ അല്ലാതെ വണ്ടി വേറെ ഇല്ല. പഠിക്കുന്ന വണ്ടിയോ ഒന്നും ഇല്ല. ശരി. അപ്പം നിങ്ങളിവിടെ ഇവരോടൊന്നും അപേക്ഷ ഒന്നും കൊടുത്തില്ല ബസ് റൂട്ട് ഇടാൻ വേണ്ടിയിട്ടൊന്നും? ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് കൊടുത്തായിരുന്നു. അത് ശരി. ആ ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോ ചിലപ്പോ വന്നായിരിക്കാം. വരായിരിക്കും. വന്ന് കിട്ടിയാൽ നമുക്ക് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബസ് എങ്കിലും ഉണ്ടെങ്കിൽ സുഖമാണല്ലോ, ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ട്. ആ സമയം നോക്കി പോവാലോ. കൊടുത്തിട്ടുണ്ടല്ലേ? ആ ആ നമ്മുടെ ഇവിടെ പഞ്ചായത്തും കൊടുത്തിട്ടുണ്ട്, ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ ITP ഓഫീസറിൻ്റെ അടുത്തും കൊടുത്തിട്ടുണ്ടല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടട്ടെ. ഓക്കെ. നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരല്ല, നമുക്കിവിടെ ആരോടും ഇടപെട്ട് പറയാനും പറ്റില്ല.
എൻ്റെ പേര് അൻസാർ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാ. തോന്നുമ്പോൾ ഇങ്ങനെ ഇറങ്ങി യാത്ര ചെയ്യും, ഓരോ സ്ഥലങ്ങൾ പോയി കാണും. നമ്മുടെ അന്യ നാട്ടിൽ എങ്ങനെ സാറ് വെറുതെ യാത്ര ചെയ്യണതല്ല, സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതാ. ശരിയല്ല. അപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ച് കുടി എന്ന് പറഞ്ഞാൽ കുടിയുടെ തുടക്കമാണ്. പിന്നെ ഒത്തിരി അങ്ങോട്ട് കിടപ്പുണ്ട്, 3-4 കിലോമീറ്റർ കിടപ്പുണ്ട് അങ്ങോട്ട്. അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? പോയിട്ട് ശരി. ഇവിടെ ഈ വണ്ടിയൊക്കെ പോകും ഇങ്ങോട്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോകൂല അല്ലേ? അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണല്ലേ? നല്ല വഴിയല്ല. പിന്നെ വല്ല മൃഗങ്ങളൊക്കെ വന്ന് ആനൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങി പോകൂല. മൊത്തം ആനക്കാട് ആണോ? അത് ശരി. പോവണ്ടല്ലേ? ആളും ഉണ്ടാവില്ല അല്ലേ? ആൾക്കാരും ഉണ്ടാവില്ല. ഇതിന്റെ ഇടയ്ക്ക് ആളില്ല. ഇപ്പൊ സാറാവിടുന്ന് ഇവിടം വരെ പോകുന്നില്ലേ കൂടെ, അതുപോലത്തെ വഴിയുമല്ല. ഇത് നല്ല വഴിയാണല്ലോ. ഇവിടെ രാത്രി ആകുമ്പോ ആന ഇറങ്ങുന്ന സ്ഥലമാണല്ലേ? ആന ഇറങ്ങുന്നുണ്ട്. ഇവിടെ ആന ഇറങ്ങിയാൽ വേറെ സമയത്ത് ആളുണ്ടെന്ന് കൂടിക്കും. അങ്ങോട്ട് മാറി ആളെ കിട്ടില്ലല്ലേ? ഫോറസ്റ്റ് ഓഫീസ് ഒന്നുമില്ല അവിടെ? ഫോറസ്റ്റ് ഓഫീസ് ഒന്നുമില്ല. അപ്പൊ ഉണ്ട് ഈ ആവറൂട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. ശരി. അവിടെയൊക്കെ അത്തനെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി. കൊണ്ടുപോയ നമ്മൾ കുടുങ്ങിയ അവിടെ കുടുങ്ങിയത് തന്നെ അല്ലേ? ശരി. ആവറൂട്ടി എന്ന് പറഞ്ഞാൽ ആവറൂട്ടിയിൽ അവര് അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എളംപ്ലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം ആളെ കാണണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടാൻ. 20 കിലോമീറ്റർ ഉണ്ട്. ആനക്കാടാ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പോർഷിയാമ്പുണ്ട് ആവറൂട്ടി. ശരി. പക്ഷെ അവിടെ എപ്പോഴും ആളും ഇല്ല. എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും വന്നതല്ലേ. ഓക്കെ, അപ്പൊ ശരി എന്നാ കാണാടാ. ഓക്കെ. അത് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വരുന്നത്. വീഡിയോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഞാനിങ്ങനെ കുറെ കാട്ടിലൊക്കെ കയറി ഫോട്ടോ, ആനയുടെ പുലിയുടെ ഒക്കെ ഫോട്ടോ കുറെ എടുത്തിട്ടുണ്ട്. പേന ഞാൻ എടുത്തിട്ടില്ല, ഫോണുണ്ട്. ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ കിട്ടുമോ നിങ്ങൾക്ക്? BSNLന്റെ കണക്ഷൻ കിട്ടൂല? യൂട്യൂബ് ചാനലുണ്ട്. വാണ്ടറർ എന്നാണ് പേര്. ഞാൻ എഴുതി തരാം കേട്ടാ. ഇപ്പൊ ഞാനിപ്പോ പുറത്തായിരുന്നേ, അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, യാത്രകളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോ ഇങ്ങനെ ഓരോ ഇനി ഇട്ടിട്ട് കാണണം. എന്താ പേരൊക്കെ എന്താ നിങ്ങളെ? എന്റെ പേര് രവി. രവി. ചേട്ടന്റെ പേരെന്താ? മധു. രാജൻ. ബിജു. ഓക്കെ. നിങ്ങള് ഈ കല്യാണം കഴിക്കുന്നതൊക്കെ ഇവിടെ ഉള്ളവരെ തന്നെ കല്യാണം കഴിക്കുന്നതൊക്കെ അല്ല? ഇല്ല. എല്ലാവരും ഇവിടെ തന്നെ. നിങ്ങക്ക് വല്ല ഇതെങ്ങനെ ഉണ്ടോ? നിങ്ങളെ പറയുന്ന പേര് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതെല്ല. ശരി. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ ഇനി വേറെ ഭാഷ സംസാരിക്കും അപ്പൊ? മലയാളം ഇല്ലാതെ? ശരി. ശരി. അത് അതിന് വല്ല പേരുണ്ടോ? ആ ഭാഷക്ക് വല്ല പേരുണ്ടോ? എന്താ? മുതുവ. ശരി. നിങ്ങളെ ഭാഷയിലൊന്ന് സംസാരിക്കോ? ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാ മതി. ശരി. അതായത് അതിന്റെ ഈ കാരണം അത് ഇപ്പൊ പറഞ്ഞില്ലേ,
അതിപ്പോ സാറ് എവിടെ പോകുകയെന്നുള്ളതാണ് ആ ലിവിയില്ല അതുകൊണ്ട് പറഞ്ഞത്. സാറിനോട് നമ്മൾ എവിടെ പോകുന്നല്ലേ ചോദിക്കണേ. അപ്പൊ ഞങ്ങള് തിരിച്ച് അപ്പൊ ഞങ്ങള് ചോദിക്കണേ നീ എവിടെ പോകുകയെന്ന് ചോദിക്കും. നീ ഏടയ്ക്ക് പോകേണ്ടതെന്ന് ചോദിക്കും. നീ ഏടയ്ക്ക് പോകേണ്ടത്. ശരി. അങ്ങനെയാണ് ശരി. മലയാളത്തിന് എതിർത്ത് തന്നെയാ വരുന്നത് ആ ഭാഷ. ശരി. അതിലേക്ക് എഴുതി ഇപ്പം മലയാളം ഇവിടെ ഇഷ്ടം പോലെ ആളുകളായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ മലയാളം ഇവിടുത്തെ കുട്ടികളൊക്കെ സംസാരിക്കൂലേ? അല്ല നിങ്ങളെ ഭാഷ തന്നെയാണ് അവരും സംസാരിക്കുന്നത് അല്ല? അല്ല, മലയാളം തന്നെ സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കും. ശരി. നമ്മുടെ ഈ ഞങ്ങളുടെ യഥാർത്ഥ രീതി പറയില്ല. ഞങ്ങളുടെ രീതി പറയുന്നില്ല. എല്ലാവരും മലയാളം പറയത്തുള്ളൂ. എല്ലാ പിള്ളേരും വിദ്യാഭ്യാസം ഇതിലേക്ക് ആയതുകൊണ്ടേ അങ്ങനെ നമ്മുടെ ഭാഷയിലേക്ക് വലിയ ഇത് പോകുന്നില്ല. എന്നാലും ഉണ്ട് ഓട്ടോമാറ്റിക് വീട്ടിൽ നിന്ന് പറയുമ്പോ നമ്മള് മാത്രം ഇങ്ങനെ നമ്മുടെ ഭാഷ വീട്ടിൽ സംസാരിക്കുമ്പോ മാത്രല്ല. പിന്നെ പുറത്തൊക്കെ എല്ലാരും മലയാളം തന്നെ പറയാം. യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കണല്ലോ. ഞാനിതാ ഇവിടെ എഴുതിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര്. അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ പുതിയതാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേണം തുടങ്ങാൻ വേണ്ടിട്ട് കേട്ടോ. ആദ്യമായിട്ട് കുറച്ചുകൂടി വന്ന് കയറിയെന്ന് പറഞ്ഞാൽ എന്ത് പുറത്തുകൂടിയോ? പുറത്തുകൂടി അല്ലേ? ഓക്കെ. ഇവിടെ അധികം ആൾക്കാർ വരാറുണ്ടോ ഇതുപോലെ? ഇങ്ങനെ യൂട്യൂബ് ചാനലായിട്ടൊന്നും ആരും വന്നിട്ടില്ലല്ലേ? ശരി. ഇങ്ങനെ ആരും വരാറില്ല. ഞാനിതില് എന്റെ ചാനലിന്റെ പേര് എഴുതിയിട്ടുണ്ട്, എന്റെ നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞോ ചേട്ടൻ, പറഞ്ഞോ. ഇതിൽ കേൾക്കുന്നുണ്ട്. ചേട്ടൻ ഇങ്ങോട്ട് വന്നോ. ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. നെല്ലിമല ഞങ്ങളുടെ ആദിവാസിയും നെല്ലിമലയാണ്. ഓക്കെ. സ്ഥലപ്പേര് കുറത്തിക്കുടി. സ്ഥലപ്പേര് കുറത്തിക്കുടി. നെല്ലിമലയാണ് ഇതിന്റെ അടിസ്ഥാനം. നെല്ലിമല. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഇതിലുള്ള ആൾക്കാർ ഏകദേശം 1000-ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ? ഇതിനുള്ളിൽ അതിൽ കൂടുതലുണ്ടല്ലേ? 5-6 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട്. 4 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ അല്ല, ഒരു 3-4 കിലോമീറ്റർ. 4 കിലോമീറ്റർ മൊത്തം ചുറ്റുവാണെങ്കിൽ 4 കിലോമീറ്റർ വരും. അത് ശരി. മേളിലൊക്കെ എത്തണമെങ്കിൽ മേളില് കാട്ടുകുടി വരെ പോണേ 4 കിലോമീറ്റർ മേലെ പോകും. അപ്പോൾ എന്തായാലും ഞാനിവിടെ വരെ വന്നത് നന്നായി. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ മാങ്കുളത്തുനിന്ന് ഈ ഒരു റോഡ് കണ്ടപ്പോൾ എന്നാൽ ഇവിടെ ഒന്ന് വന്ന് നോക്കാം. എനിക്ക് മാമലങ്കണ്ടം പോണത് പോലും എനിക്ക് അറിയില്ല ഈ വഴി കൂടി പോകാൻ പറ്റും എന്നുള്ളത്. പോകാം, പക്ഷെ പോകണ്ട അല്ലേ? ഞാനൊക്കെ നിങ്ങളാരെങ്കിലും ബാക്കിൽ വെച്ചിട്ട് പിന്നെ പോകേണ്ടി വരും, വേറെ വണ്ടി വിളിക്കേണ്ടി വരും. അപ്പൊ ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടാ. അപ്പൊ ശരിയെന്നാ. പുറത്തേക്ക് പോകണ്ട. ഇല്ല പോകുന്നില്ല. അല്ല, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മ പോവില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയണത്ര ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ശരിയെന്നാ. ഓക്കെ.